ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഇളനീർ ഷേക്ക് ഉണ്ടാക്കിയാലോ. അത് നമ്മുടെ കരിക്ക്, അതുകൊണ്ടൊരു ഷേക്ക്. ഒരു സിമ്പിൾ റെസിപ്പിയാണ്, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. കരിക്ക്, ഒരു കരിക്കിൻ്റെ ഫുൾ കരിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് സ്പൂൺ കൊണ്ടോ പിച്ചാത്തി കൊണ്ടോ നിങ്ങളുടെ സൗകര്യാർത്ഥം. പിന്നെ ഒരു കവർ പാല് ആണ് എടുത്തേക്കുന്നത്, നമ്മുടെ 1/2 ലിറ്ററിൻ്റെ പാലിലെ അത്. കരിക്ക്, ഒരു കരിക്കിൻ്റെ, പിന്നെ പഞ്ചസാര പൊടിച്ചത് 4.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മധുരം കൂടുതലുള്ളവർക്ക് കൂടുതലിടാം കേട്ടോ. ആദ്യം നമുക്ക് ഈ കരിക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പാല് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വച്ചിട്ട് തണുപ്പിച്ച്, അത് ഐസാവരുത്, എന്നാൽ കുറേശ്ശെ കട്ടിയാവാൻ തുടങ്ങുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്കത് മാറ്റി എടുക്കാം. അപ്പോൾ അത് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. കരിക്ക് ഓൾറെഡി കട്ടിയായുള്ളൂ, അപ്പം കട്ടിയായിട്ടുള്ള പാല് ഇതിന് ഇടേണ്ട ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞത് ചെറുതായിട്ട് കട്ടിയാവാൻ തുടങ്ങണ പാലെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇടാം. നല്ല മധുരമുള്ള കരിക്കാണെങ്കിൽ പഞ്ചസാര കുറവ് മതി. ഇനി ഒരുപാട് മധുരം വേണമെന്നുള്ളവർക്ക് ഒരുപാട് മധുരം ഇടാം. ഇപ്പം ഞാൻ പഞ്ചസാര പൊടിച്ചത് ചേർക്കുമ്പോൾ കുറച്ച് പാലൊഴിക്കുകയാണ്, ഇല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ അത് നന്നായിട്ട് മുകളിലേക്ക് തെറിക്കും. അതുകൊണ്ട് ഒരു കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. നിങ്ങൾ പാലിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ചെറുതായിട്ട് ഐസാവാൻ തുടങ്ങുന്ന, ഒരുപാട് കട്ടിയാവാൻ പാടില്ല. അങ്ങനത്തെ പാല് വേണം എടുക്കാൻ. ഇതിലേക്ക് നമുക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അത് അരച്ച് കഴിഞ്ഞ് നമുക്കിനി ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഇതിലും കൂടാണ്ട് ഒരു കുപ്പിയിലത്തേക്കും കൂടെ ഇത് വരുന്നുണ്ട്, വേറൊരു ഗ്ലാസ്സിലേക്കും കൂടെ എടുക്കാനുള്ള അത്രയും ഉണ്ട്. കണ്ടില്ലേ, ഇത്രയുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.